എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് നമ്മൾ നേഴ്സിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു പാരന്റ് നമ്മളോട് ചോദിച്ചത്. പ്രൈവറ്റ് ആയിട്ട് നേഴ്സിംഗ് കോളേജിന്റെ ഒരു മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഉള്ള കോളേജുകൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് അവേ ഏതൊക്കെ കോളേജുകളാണ് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള PNC MAC എന്ന് പറയും. നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 11 കോളേജുകളാണ് ഉള്ളത്. ഒന്ന് അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗ്, 2 കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ആറ്റിങ്കൽ, 3 നൈറ്റിംഗൽ കോളേജ് ഓഫ് നഴ്സിംഗ് നെടുമ്പങ്ങാട്, 4 നിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് നെയ്യാറ്റിങ്കര, 5 PRS കോളേജ് ഓഫ് നഴ്സിംഗ് പാലിയോട്, 6 രുക്കുമണി കോളേജ് ഓഫ് നഴ്സിംഗ് വെള്ളറട, 7 സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ് കാരോട്, 8 ശിവഗിരി SN മെഡിക്കൽ മിഷൻ കോളേജ് വർക്കല, ഇനി 9 SP ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് പെരുംതാണി, 10 ശ്രീ ഗോകുലം നഴ്സിംഗ് കോളേജ് വെഞ്ഞാറമൂട്, അതുപോലെ 11ാമത്തെ കോളേജ് ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ് നെട്ടയം. ഇനി കൊല്ലത്ത് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കോളേജാണ്. അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ്, അത് മേയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതേപോലെ ട്രാവങ്കൂർ 2ാമത്തെ കോളേജാണ് ട്രാവങ്കൂർ കോളേജ് ഓഫ് നഴ്സിംഗ് തട്ടാമല. അതുപോലെ 3ാമത്തെ കോളേജ് ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. ഇനി ആലപ്പുഴ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 കോളേജാണ്. ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് അത് പന്തളത്താണ്. അതുപോലെ സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് പള്ളിക്കൽ. ഇനി 3ാമത്തെ ജില്ല പത്തനംതിട്ട നമുക്ക് നോക്കാം. അവിടെ 3 കോളേജാണ് ഉള്ളത്. അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് പന്തളം, ചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് അതും പന്തളത്ത് തന്നെയാണ്. 3ാമത്തെ കോളേജ് തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് കവിയൂരാണ്, പത്തനംതിട്ട. ഇനി നമ്മൾ കോട്ടയത്തേക്ക് വരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് BCF കോളേജ് ഓഫ് നഴ്സിംഗ് അത് വൈക്കത്താണ്. അതുപോലെ 2ാമത്തെ കോളേജ് തിയോഫിലസ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് കങ്കാഴ. ഇനി 3ാമത്തെ കോളേജ് വെളങ്ങണി മാതാ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് തെല്ലകം. കോട്ടയത്തുള്ള 3 കോളേജുകളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മൾ എറണാകുളം ജില്ലയിൽ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് ഇരുമ്പനത്തുണ്ട്. പിന്നെ നജാദ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് പറയൂർ ആലുവയിലാണുള്ളത്, പുറയൂരാണ്, സോറി. അതുപോലെ തന്നെ ശ്രീ സുധീന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് അമ്പലമേട്. ഇങ്ങനെ 3 കോളേജാണ് നമുക്ക് എറണാകുളം ജില്ലയിൽ വരുന്നത്. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ നമുക്ക് 4 കോളേജാണുള്ളത്. ഒന്ന് അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് നടത്തറ, 2 എലൈറ്റ് മിഷന്റെ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് കുറുക്കഞ്ചേരി, മദർ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് പുല്ലഴി, 4ാമത്തെ കോളേജ് വെസ്റ്റ് ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് പോട്ടൂരാണുള്ളത്. അങ്ങനെ 4 കോളേജാണ് തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് വരുന്നത്. ഇനി പാലക്കാട് 3 കോളേജാണ്. ഒന്ന് ആലത്തൂരുള്ള ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, 2 കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് ചിറ്റൂര്, 3ാമത്തെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് ഒറ്റപ്പാലാണ്. ഇനി മലപ്പുറം ജില്ലയിലേക്ക് വരാണെങ്കിൽ അവിടെ 3 കോളേജാണ്. അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടക്കൽ, 2ാമത്തെ അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ, അതുപോലെ 3ാമത്തെ കോളേജ് MES കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയാണ്.
പിന്നെ അവിടെ നാലാമത്തെ ഒരു കോളേജും കൂടെ ഉണ്ട്, മൗലാന കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് അങ്ങാടിപ്പുറത്തുണ്ട്. ഇനി നമ്മൾ അടുത്തത് കോഴിക്കോട് ജില്ലയിലേക്ക് പോകാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 4 കോളേജാണുള്ളത്. നാഷണൽ ഹോസ്പിറ്റൽ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് കോഴിക്കോട് പെരുന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത്. 2 PVS കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് പന്തീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത്. റെഡ് ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് ചുങ്കം ഫെറൂക്കിലാണ്. ആൻഡ് ദ ലാസ്റ്റ് കോളേജ് ശാന്തി കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് ഓമാശ്ശേരി കോഴിക്കോട്. വയനാട്ടിലാകെ കൂടി ഒരു കോളേജാണുള്ളത്, വിനായക കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയിലാണുള്ളത്. കണ്ണൂര് നമുക്ക് 5 കോളേജാണുള്ളത്. ഒന്നാമത്തെ കോളേജ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരങ്ങാടിയിലാണ്. രണ്ടാമത്തെ കോളേജ് ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് രാമപുരത്താണ്. മൂന്നാമത്തെ കോളേജ് ധനലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് കക്കാട്. 4ാമത്തെ കോളേജ് എന്ന് പറയുന്നത് കൊയിലി കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണാടിപ്പറമ്പ്. ആൻഡ് ദ ലാസ്റ്റ് കോളേജ് ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് വെലിക്കൽ റോഡ് അറിയിൽ പറ്റുവം തളിപ്പറമ്പാണ് കേട്ടോ. അതേപോലെ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോളേജാണുള്ളത്. ഒന്ന് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് തലങ്കര, അതുപോലെ 2ാമത്തെ കോളേജ് ലക്ഷ്മി മേഘൻ കോളേജ് ഓഫ് നഴ്സിംഗ് ഹരിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒട്ടനവധി കോളേജുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ അല്ലെ, പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള, അതായത് PNC മാക്കിന്റെ കീഴിലുള്ള കോളേജാണ്. അപ്പൊ ഈ കോളേജിലൊക്കെ നമുക്ക് +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ വെബ്സൈറ്റിലാണ് നമ്മൾ പോയിട്ട് ആദ്യം തന്നെ നോക്കേണ്ടത് ഇതിന്റെ ഡേറ്റ് ഒക്കെ ആയോ എന്നുള്ളത്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.pncmac.in. വെബ്സൈറ്റ് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാണ്, pncmak.in. അപ്പൊ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റുകൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കാം. സാധാരണയായിട്ട് കോളേജുകളിലൊക്കെ നമുക്ക് എന്താണ് 1,00,000 താഴെ രൂപയൊക്കെ ആയിരുന്നു നമുക്ക് ഫീസ് ഉണ്ടായിരുന്നത് അല്ലെ. കേരളത്തിലെ ഏത് കോളേജിലായാലും 1 lakhന്റെ താഴെയായിരുന്നു, 93,000 അല്ലെ, 93,000 ഒക്കെ ആയിരുന്നു ഫീസ് സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. ഓരോ കൊല്ലവും അത് പുതുക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ജില്ലയിലുള്ള കോളേജോ എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വെബ്സൈറ്റ് തീർച്ചയായിട്ടും നോക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ ബന്ധപ്പെടാം. 9188142143 9188 142 143. Okay then, thank you, good luck and all the best.